ഹലോ ഗൈസ്, എല്ലാവർക്കും എക്കടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു നഴ്സറി ഉണ്ട്, ഒരു ചെടിയൊക്കെ വെക്കുന്നത്. അവിടെ പോയിട്ട് ഒരു അവക്കാഡോൻ്റെ തൈ മേടിക്കാനാണ്, മറ്റേ ബട്ടർ ഫ്രൂട്ടിൻ്റെ. അപ്പോൾ നമുക്ക് ഇരുട്ടോടുത്ത സമയങ്ങളൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് ഇടാം. ഇപ്പം ഗൈസ് നമ്മൾ പോകുന്ന വഴിയാണ് ഇത് കണ്ടോ. കുറച്ച് മെയിൻ റോഡിൽ എത്തണം, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളിതാ മെയിൻ റോഡ് അക്കാണാണ്, മെയിൻ റോഡ് എത്തിയിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ. ഗൈസ് നമ്മളങ്ങനെ റോഡ് എത്തിയിട്ടുണ്ട്. ഇക്കാണാണ് മലനാട് നഴ്സറി. ഇത് ഗൈസ് കണ്ടോ, നല്ല ചെടികളൊക്കെ ഇവിടുന്ന് കിട്ടും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചെടികളൊക്കെ ഇവിടുന്ന് കിട്ടും. ഇത് കണ്ടോ, ഇതാണ് സ്ഥലം. ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ അവക്കാഡോൻ്റെ തൈ, അതായത് ബട്ടർ ഫ്രൂട്ടിൻ്റെ തൈ ഇല്ല. നമ്മൾ റംബൂട്ടാൻ മേടിക്കണം, അതിൽ രണ്ടെണ്ണം മേടിക്കണം, റംബൂട്ടാൻ്റെ തൈ. ഇതെല്ലാം മാവാണ് കേട്ടോ. ഇത് റംബൂട്ടാൻ, ഇത് റംബൂട്ടാനാണോ എനിക്കറിയില്ല. നമ്മളെടുത്തത് ഇവിടെ റംബൂട്ടാൻ ബട്ടർ ഫ്രൂട്ടിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റംബൂട്ടാൻ്റെയും സപ്പോർട്ടൻ്റെയും തൈയാണ് എടുക്കുന്നത്. കേട്ടോ, പൂക്കളൊക്കെ ഉണ്ട്. നമ്മൾ മേടിച്ച റംബൂട്ടാനും രണ്ട് വളവും നമ്മളിന്ന് വീട്ടിൽ പോവാണ്. അങ്ങനെ ഗൈസ് നമ്മൾ റംബൂട്ടാനും മേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അവക്കാഡോൻ്റെ ചെടി കിട്ടിയില്ല, സപ്പോർട്ടിൻ്റെ ചെടി നമ്മൾ അവിടെ വെച്ചു, പോയി എടുക്കണേ ഇനി. ഓക്കെ, പിന്നെ ഗൈസ് ഇത് വളത്തിനായി മേടിച്ചാണ് എല്ലുപൊടി, ജൈവ കൃഷി രീതിയിൽ നടാൻ വേണ്ടിയായിട്ട് ഇത് മേടിച്ചാണ്ടാ. അപ്പോൾ ഇതും അതും കൂടി ഇനി ചാണകമൊക്കെ ഇട്ട് നമുക്ക് നടണം. ഗൈസ് ഇന്ന് നടുവില്ല, കുറച്ചല്ല, നാളെ മറ്റന്നാളായിട്ട് നടും. അപ്പോൾ നമുക്ക് നനച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. പോയി ചെടി മേടിച്ചു അത് ഇവിടെ കൊണ്ടുവന്ന്, പിന്നെ എല്ലുപ്പൊടിയും. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. അതുവരെ ബൈ.